ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി കുറച്ച് മീൻ മേടിച്ചായിരുന്നു. കുറച്ച് നെത്തോലിയും കുറച്ച് മത്തിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫ്രഷ് മീനാണ് കിട്ടിയത്. പിന്നെ കുറച്ച് പാവയ്ക്കയും മുരിങ്ങക്കായും മാങ്ങയും തേങ്ങയൊക്കെ മേടിച്ചായിരുന്നു. നല്ല നാടൻ പാവയ്ക്കയായിരുന്നു. അതൊക്കെ പറക്കി വെച്ചിട്ട് ഞാൻ തുണി കഴുകിയില്ലായിരുന്നു, മാർക്കറ്റിൽ പോകണതുകൊണ്ട്. അങ്ങനെ കുഞ്ഞിൻ്റെ തുണി ഞാൻ പെട്ടെന്ന് കഴുകിയിടരുത്, അല്ലെങ്കിൽ പിന്നെ വീണ്ടും കൂടിക്കിടക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അതിനുശേഷം അടുക്കളയിൽ കയറി കുറച്ച് അവിയൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിന് അപ്പോൾ അതിന് ഞാൻ അരപ്പും കുറച്ച് ഉപ്പൊക്കെ തയ്യാറാക്കി അതിലേക്ക് ഇട്ട് കൊടുത്ത് കുക്കറിയിട്ട് വേവിച്ചെടുക്കും. 2-3 വിസിൽ കേട്ടാൽ നമ്മുടെ അവിയൽ റെഡിയായി. മീനും വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ അവിയൽ ഞാൻ കുക്കറിൽ നിന്ന് വെന്തപ്പോൾ പാത്രത്തിലേക്ക് എടുത്തിട്ട്, പിന്നെ മത്തങ്ങ ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുളിയിട്ട് വയ്ക്കാമെന്ന് കരുതി അതിന് വേണ്ടി ചാളയെല്ലാം മത്തി കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുക്കണം. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, മുരിങ്ങക്കായ, മാങ്ങ, കുറച്ച് കറിവേപ്പില ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്കിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട്. അതിനുശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുക്കണം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി റെഡിയായി. അതിനുശേഷം 2-3 ദിവസത്തെ എൻ്റെ തുണികളുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ തുണികളെല്ലാം അതും കഴുകിയിട്ടു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ ഇതാണ്.